ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാക്കോബിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്, ബേഥേലിൽ ചെന്ന് ഒരു യാഗപീഠം പണിത് യഹോവയ്ക്ക് ആരാധന കഴിക്കുക. യാക്കോബ് ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ശേഖേമിൽ നിന്ന് ബേഥേലിലേക്ക് ആരാധന കഴിക്കാനായിട്ട് പുറപ്പെടുകയാണ്. പുറപ്പെടുന്നതിന് മുമ്പ് ശേഖേമിൽ വച്ച് യാക്കോബ് തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, അവരുടെ പക്കലുള്ള അന്യദേവന്മാരെ എല്ലാം യാക്കോബിനെ ഏൽപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കൂടെയുള്ളവർ തങ്ങളുടെ കയ്യിലുള്ള അന്യദേവന്മാരെയും കുണുക്കുകളെയും എല്ലാം അഴിച്ച് യാക്കോബിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. യാക്കോബ് അത് ശേഖേമിന് സമീപത്തുള്ള ഒരു കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിടുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യാക്കോബ് ശേഖേമിൽ നിന്ന് ബേഥേലിലേക്ക് ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്നതായിട്ട്, ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഖേമിൽ നിന്ന് ബേഥേലിലേക്ക് കടക്കുന്നതിന് മുമ്പ് യാക്കോബ് തന്റെ ജീവിതത്തിലെ ചിലതെല്ലാം, ദൈവഹിതമല്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിലതിനെ എല്ലാം അവിടെ കുഴിച്ചിട്ടിട്ട്, കരുവേലകത്തിന് കീഴെ കുഴിച്ചിട്ടിട്ടാണ് ദൈവ സാന്നിധ്യമുള്ള ബേഥേലിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ശീലങ്ങൾ, സ്വഭാവങ്ങൾ, വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. എങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ്, ആത്മീക വർധനവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. നമ്മൾ ബേഥേലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ദൈവം നമ്മളോട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എടുത്തു മാറ്റാനായിട്ട് ആവശ്യപ്പെടും. അത് നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ആത്മിക വർധനവിന് കാരണമാകും. ഈ പ്രകാരം നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ദൈവഹിത പ്രകാരം ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.